നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് ദ മൂൺ കാർഡാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു മിസ്സിംഗ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ്, ഒരു പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ്, വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മാനസികമായിട്ട് അവര് ഡെസ്പാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ടാവാം. രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും വഴക്ക് നടന്നിട്ടുള്ള അകൽച്ചയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഇപ്പോൾ നടക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡെസ്പാണ്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയിലാണ്, നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഭയങ്കരമായിട്ട് അവര് വേദനിക്കുന്നുണ്ട്, മാനസികമായിട്ട് ഒരുപാട് പെയിൻ ഇവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിന്റെ വേദനയുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഉണ്ടായിട്ടുള്ള രണ്ടുപേരും തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. 5 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഒരു സംസാരം, വാക്ക് തർക്കം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു സംഘർഷം ഒക്കെ നടന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വിഷമം, അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് പെയിൻഫുൾ ആയിട്ട് ആൾ നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ, രണ്ടുപേരും വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ വഴക്കിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് അത് വേദന ഉണ്ടാക്കി എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവുക, നിങ്ങളിൽ നിന്ന് ഇപ്പൊ അകന്ന് നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴുണ്ടായിട്ടുള്ള ആ ഒരു വേദനാജനകമായിട്ടുള്ള, ആളെ പെയിൻഫുൾ ആക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഇപ്പോൾ ആള് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഇപ്പൊ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ അകന്ന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിലൊരു കുറവും വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങളെ മിസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത്രയും ഒരു ഡീപ്പായിട്ട് ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട്. ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം നിങ്ങളോട് വഴക്കിട്ടാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിച്ചാലും അവർക്കത് ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവരുടെ മനസ്സ് അതിനെ അവരെ അനുവദിക്കില്ല എന്നാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവര് ഒരുപാട് എക്സ്പ്രസീവ് അല്ല. അവരുടെ മനസ്സിലുള്ള സ്നേഹം അതുപോലെ അവരെ എക്സ്പ്രസ് ചെയ്യാറില്ല, നിങ്ങളോടത് കാണിക്കുന്നില്ല. അതുപോലെ ചില കാര്യങ്ങളൊന്നും അവർ ഓപ്പൺ അപ്പ് ആയിട്ട് പറയില്ല. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ ചോദിക്കുവാണെങ്കിൽ അവരത് പറയാൻ തയ്യാറാവാതെ അവര് നിങ്ങളിൽ നിന്നും അത് ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട് എന്ന് കാണിക്കുന്നത്. ചില സമയത്ത് അത് നിങ്ങളെ ഹേർട്ട് ആക്കുന്നുണ്ട്. കാരണം നിങ്ങളോട് എന്തുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാത്തത് എന്നുള്ള ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം ഞാൻ അവരുടെ ആരും അല്ലല്ലോ, അത് ആരുമല്ലാത്തത് കൊണ്ടായിരിക്കും അവരെല്ലാം എന്നോട് പറയാത്തത് എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ സ്നേഹത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് തോന്നും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ അതിന്റെ ബാക്കിലൊരു കാർഡ് കൂടി വന്നിട്ടുണ്ട്. ഒന്നല്ല 3 എണ്ണം ഉണ്ട് കേട്ടോ. 7 ഓഫ് സോഡ്സും 10 ഓഫ് സോഡ്സും ആണ്. രണ്ടും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഘർഷത്തെയാണ് കാണിക്കുന്നത്, മാനസികമായിട്ടുള്ള ഒരു പെയിനാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഒരുപാട് പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരിപ്പോൾ. ഒറ്റയ്ക്ക് നിന്ന് അവരുടെ ആ ഒരു മാനസിക സംഘർഷം എന്തുകൊണ്ടാണ്, എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനവർ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ദ ടവർ മൊമെന്റ് ആണ്.
ഇപ്പോഴീ ഒരു പ്രശ്നം ഉണ്ടായത് അതായത് നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക്, ഒരു വലിയൊരു ഇഷ്യൂ നടന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വഴക്ക് എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു വഴക്കുണ്ടാവും, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സെപ്പറേഷനിലോട്ട് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട്, നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളെയും ഭയങ്കരമായിട്ടൊരു ആഘാതമേറ്റ പോലെ, അല്ലെങ്കിൽ മാനസികമായിട്ട് അത്രയും നിങ്ങൾ ഒരു ഷോക്കായ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻ എൻഡായി പോയി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഈ റിലേഷനിൽ ഇപ്പൊ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇതൊരു എൻഡിങ് അല്ല. ഇവിടെ എൻഡായി എന്നുള്ളിടത്ത് നിന്ന് ഒരു സ്റ്റാർട്ട്, അല്ലെങ്കിൽ മുന്നോട്ട് ഈ റിലേഷൻ ഒരു സ്റ്റാർട്ട് ഉണ്ട്. ചിലർക്ക് മാത്രമേ ഇത് എൻഡായി പോവുള്ളൂ. കാരണം ഇവിടെ ടവർ മൊമെന്റ് വരുമ്പോൾ ഇവിടെ ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു റീബർത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഇവിടെ ചിലർക്കെങ്കിലും ഒരു മുന്നോട്ടൊരു ഹോപ്പ് ഉള്ളതായിട്ട് തന്നെ കാണുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുള്ളത് കൊണ്ട് അവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. 9 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷൻ തിരിച്ചു പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അവരിലേക്ക് തന്നെ ഈ റിലേഷൻ തിരിച്ചു കൊണ്ടുവരണം. സത്യം പറഞ്ഞാൽ ഇത് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് രണ്ടുപേരും നിൽക്കുന്നത്. നിങ്ങളെ പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, ഇത് നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിങ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് ഇനി ഞാൻ ഈ റിലേഷനിലോട്ട് അപ്രോച്ച് ചെയ്താൽ നിങ്ങൾ ഏത് രീതിയിൽ എടുക്കും, നിങ്ങൾ ഈ റിലേഷൻ ഇനി ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ അവർ ബ്ലോക്ക് ആക്കി പോയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ നിങ്ങളോടൊരു കാര്യം സംസാരിക്കാതെ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ചിന്തയിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവരൊരു മടി കാണിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഈ റിലേഷൻ എങ്കിലെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ റിലേഷനിൽ എഫേർട്ട് ഇടാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്തൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായാലും അതിനൊരു എഫേർട്ട് ഇട്ട് നോക്കാം. ഇനിയും ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങളെ പേഴ്സൺ മാറിയിട്ടുണ്ട് കേട്ടോ. ദ ഹാങ്ഡ് മാൻ ആണ്. ആ ഒരു സ്റ്റെക്ക് ആയിട്ടുള്ള സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. മാനസികമായിട്ട് അവർ സ്റ്റെക്ക് ആണെന്നാണ് കാണിക്കുന്നത്. കാരണം ഇതിലോട്ട് ഇനി തിരിച്ചു വന്നാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു സ്റ്റെക്നെസ് ആയിരിക്കാം അത്. പക്ഷെ അങ്ങനെ സ്റ്റെക്ക് ആണെങ്കിലും അവർ എഫേർട്ട് ഇടാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഈ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കരുത്. സമയം എടുക്കും ആള് വരാൻ വേണ്ടിയിട്ട്. ആ രീതിയിൽ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും സമയം എടുക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്പീഡപ്പ് ആയിട്ട് ഈ റിലേഷനിലോട്ട് വരുന്ന ഒരു എനർജി അല്ല കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സെപ്പറേഷൻ, ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച, അത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിങ്ങളുടെ റിലേഷന്റെ കാര്യത്തിൽ ഉണ്ടായത്. അതിപ്പോ നിങ്ങളുടെ പേഴ്സൺ ആയാലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ രീതിയിലാവും, അല്ലെങ്കിൽ ഇതൊരു എൻഡിങ് പോലെ ആവും, അല്ലെങ്കിൽ ഈ റിലേഷന്റെ ഒരു എൻഡിങ്ങിലോട്ടാണ് ഈ റിലേഷൻ ഇപ്പൊ പോകുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അവരത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ ഒരു റിലേഷൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വരും എന്നുള്ളത്. റീയൂണിയൻ എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരു സെപ്പറേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഇവിടെ സമയം എടുക്കും കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഈ റിലേഷനിലോട്ട് ആള് തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ടല്ല, സമയം എടുക്കും ഇതിലൊരു റീയൂണിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായാലും റീയൂണിയൻ എന്നാണ് കാണിക്കുന്നത്. ഒരു റീയൂണിയൻ ഒരുപാട് പേർക്കല്ല, കുറച്ച് പേർക്കെങ്കിലും അത് ആപ്റ്റ് ആവും. അതായത് റീയൂണിയൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, സ്പേസ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന സമയം, ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് അവർ യൂട്ടിലൈസ് ചെയ്യാണ്. അതായത് മുന്നോട്ട് ഈ റിലേഷൻ ഇനി എന്ത് ചെയ്യാം, എങ്ങനെ ഇത് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഇനി കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്കേപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷനിൽ നിന്ന് അവർ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് എസ്കേപ്പ് ചെയ്ത് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ചിലർക്ക്. അതായത് ഒരുപാട് പ്രശ്നങ്ങളാവണ്ട, ഇനിയും ഞാൻ ഇവിടെ നിന്ന് വഴക്കിട്ട് പ്രശ്നങ്ങളായി ഈ റിലേഷൻ ഒരുപാട് പ്രശ്നത്തിലോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ള രീതിയിൽ തൽക്കാലത്തേക്ക് ഒന്ന് എസ്കേപ്പായി മാറി നിൽക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു എസ്കേപ്പ് ആയിട്ട് അവർ മാറി നിൽക്കുന്നത് ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് ശാന്തമായതിനു ശേഷം തിരിച്ചു വരാം എന്നുള്ള ഒരു രീതിയിലായിരിക്കാം കേട്ടോ.
അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഈ ഒരു വഴക്കുകളെ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള ചേഞ്ചസ്, ഹാപ്പി ചേഞ്ചസ് ഈ റിലേഷനിൽ മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. യെസ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണോ മുന്നോട്ട് ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം യെസ് എന്നാണ് കാണിക്കുന്നത്. എന്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മനസ്സിലെ റിലേഷനെ കുറിച്ചിട്ടുള്ളത്, അതിലൊരു പോസിറ്റീവായിട്ട് ഒരു യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. അബൻഡൻസ് എന്നാണ് കാണിക്കുന്നത്. റിലേഷനിൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, എല്ലാ രീതിയിലും ഈ റിലേഷൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലെവലിലോട്ട് മാറും എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ ഡബ്ല്യു, മകം, കാർത്തിക, ലെറ്റർ പി, ലെറ്റർ സി, തിരുവാതിര, ചതയം, ചിത്തിര, ലെറ്റർ ആർ, ലെറ്റർ എച്ച്, 1985, 1989, 1995. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.